മഞ്ഞു മനുഷ്യനെ പോലെ ശൈത്യകാലത്ത് മാത്രം നിർമ്മിക്കപ്പെടുകയും വെയിൽ ഉദിക്കുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു താൽക്കാലിക ബന്ധം. അതാണ് സ്നോമാനിങ്. ഡിസംബർ ജാനുവരി മാസങ്ങളിലെ അവധിക്കാലത്തും തണുപ്പുകാലത്തും ഏകാന്തത ഒഴിവാക്കാൻ ഒരാൾ പെട്ടെന്ന് ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ആഘോഷങ്ങൾ കഴിയുന്നതോടെയോ അല്ലെങ്കിൽ ശൈത്യകാലം അവസാനിക്കുന്നതോടെയോ ആ ബന്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് സ്നോമാനിങ് എന്ന് വിളിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ സ്നോമാനിങ് കൂടുതൽ പ്രചാരം നേടുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന് ഡേറ്റിംഗ് ആപ്പുകളുടെ സ്വാധീനമാണ്. ടിൻഡർ, ബംബിൾ തുടങ്ങിയ ഡേറ്റിംഗ് ആപ്പുകൾ വഴി ഒരാളെ കണ്ടെത്തുന്നത് ഇന്ന് വളരെ എളുപ്പമാണ്. അവധിക്കാലത്തെ വിരസത മാറ്റാൻ താൽക്കാലികമായി ഒരാളെ കണ്ടെത്താൻ ഈ പ്ലാറ്റ്ഫോമുകൾ സൗകര്യമൊരുക്കുന്നു. 2. അവധിക്കാലത്തെ സമ്മർദ്ദം. ക്രിസ്മസ്, പുതുവത്സര ആഘോഷവേളകളിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം പലരെയും പെട്ടെന്നുള്ള ബന്ധങ്ങളിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവർ പങ്കാളികൾക്കൊപ്പം ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇതിനൊരു കാരണമാണ്. 3. ഏകാന്തത. സോഷ്യൽ മീഡിയയിലെ റൊമാൻറ്റിക് ചിത്രങ്ങളും സിനിമകളും ശൈത്യകാലം എന്നത് പ്രണയിക്കാനുള്ള സമയമാണെന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നു. ഇത് താൽക്കാലികമായെങ്കിലും ഒരു പങ്കാളിയെ വേണമെന്ന ചിന്ത ആളുകളിൽ കുത്തി നിറയ്ക്കുന്നു. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഡേറ്റിംഗ് സംസ്കാരം മുമ്പത്തേക്കാൾ കൂടുതൽ വേഗത്തിലുള്ളതാണ്. ജെൻസി തലമുറയെ സ്നോമാനിങ് ബാധിക്കുന്ന രീതികളും നിരവധിയാണ്. അതിലൊന്ന് കമ്മിറ്റ്മെന്റ് ഫോബിയ. ദീർഘകാല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയപ്പെടുന്ന ഒരു വിഭാഗം യുവാക്കൾക്ക് സ്നോമാനിങ് ഒരു സുരക്ഷിത മാർഗമായി തോന്നുന്നു. സീസൺ കഴിയുമ്പോൾ യാതൊരു ബാധ്യതയും ഇല്ലാതെ പിരിയാമെന്നത് അവരെ ഇതിലേക്ക് ആകർഷിക്കുന്നു. അടുത്തത് ഡിജിറ്റൽ ഡിറ്റാച്ച്മെന്റ് ആണ്. ഓൺലൈൻ വഴി പരിചയപ്പെടുന്നതിനാൽ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇവർക്ക് വലിയ പ്രയാസം തോന്നാറില്ല. ഒരു ബ്ലോക്ക് ബട്ടണിലൂടെയോ മെസ്സേജിലൂടെയോ ബന്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് സ്നോമാനിങ് വർദ്ധിപ്പിക്കുന്നു. അടുത്തത് മാനസികാരോഗ്യം. ജെൻസി വിഭാഗത്തിനിടയിൽ ഇതിനോടകം തന്നെ ഏകാന്തതയും ഉത്കണ്ഠയും കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. സ്നോമാനിങ് വഴി ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വേർപിരിയലുകൾ ഇവരുടെ ആത്മവിശ്വാസത്തെയും വരുംകാല ബന്ധങ്ങളിലെ വിശ്വാസ്യതയും തകർക്കുന്നു. അടുത്തത് കാഷ്വൽ ഡേറ്റിംഗ് സംസ്കാരം. ബന്ധങ്ങളെ ഗൗരവമായി കാണുന്നതിലും ഉപരി ഒരു അനുഭവം എന്ന നിലയിൽ മാത്രം കാണുന്ന പ്രവണത ഈ തലമുറയിൽ കൂടുതലാണ്. ഇത് സ്നോമാനിങ് പോലുള്ള താൽക്കാലിക ട്രെൻഡുകളുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യയും മാറുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളും ചേർന്ന് സ്നോമാനിങ്ങിനെ ഒരു ആധുനിക ഡേറ്റിംഗ് ദുരന്തമാക്കി മാറ്റിക്കഴിഞ്ഞു. ഫോർബ്സ്, ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്നോമാനിങ്ങിലെ ഏറ്റവും വലിയ ഭീഷണി ലൈംഗിക ആരോഗ്യമാണ്. താൽക്കാലികമായ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രം ഉടലെടുക്കുന്ന ഇത്തരം ബന്ധങ്ങളിൽ പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത് STI അഥവാ ലൈംഗിക രോഗങ്ങൾ പകരാൻ കാരണമാകുന്നു. പങ്കാളിയുടെ മുൻകാല ചരിത്രമോ ആരോഗ്യസ്ഥിതിയോ കൃത്യമായി മനസ്സിലാക്കാതെ വൈകാരികമായ വേഗത്തിൽ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. ഇനി സ്നോമാനിങ് ഒരു താൽക്കാലിക ബന്ധമാണെന്ന് ഒരു പങ്കാളി കരുതുമ്പോൾ മറ്റേയാൾ ഇതിനെ ഒരു ഗൗരവകരമായ ബന്ധമായി കണ്ടേക്കാം. ആഘോഷങ്ങൾ കഴിഞ്ഞ് ഒരു മുന്നറിയിപ്പുമില്ലാതെ പങ്കാളി ബന്ധം അവസാനിപ്പിച്ചു പോകുമ്പോൾ അവശേഷിക്കുന്നയാൾ കടുത്ത മാനസിക വിഷമത്തിലേക്കും ആത്മവിശ്വാസക്കുറവിലേക്കും വീണുപോകുന്നു. സ്നോമാൻ ഉരുകിത്തീരുന്നത് പോലെ ബന്ധമില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇമോഷണൽ ഫാൾ ഔട്ട് വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. സ്നോമാനിങ്ങിനെ തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 1. വേഗത. പരിചയപ്പെട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമിതമായ അടുപ്പം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ. അടുത്തത് സമയക്രമം. ഡിസംബർ ജാനുവരി മാസങ്ങളിൽ മാത്രം ഡേറ്റിങ്ങിൽ താല്പര്യം കാണിക്കുക. അടുത്തത് ഭാവി പദ്ധതികളുടെ അഭാവം. ശൈത്യകാലത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചോ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ഇവർ വിമുഖത കാണിക്കും. ഡേറ്റിംഗ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വന്തം ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധം വേണം എന്നാണ്. താൽക്കാലികമായ ഏകാന്തത മാറ്റാനാണോ അതോ സുസ്ഥിരമായ ഒരു ബന്ധത്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. ആഘോഷവേളകളിലെ ആവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പിൽക്കാലത്ത് വലിയ വില നൽകേണ്ടി വരുന്നവയാകരുത്. ചുരുക്കത്തിൽ മഞ്ഞുകാലത്തെ മനോഹരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഒരാളെ കണ്ടെത്തുന്നത് നല്ലതാണെങ്കിലും അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ മുറിപ്പെടുത്തുന്ന ഒന്നായി മാറില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. സ്നേഹബന്ധങ്ങളിൽ സത്യസന്ധതയും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.